ഇന്ന് 2 പ്രോഗ്രാമുണ്ട്. ആദ്യത്തെ പ്രോഗ്രാം നമ്മുടെ ചെന്നൈ മഹാലിംഗപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ അയ്യപ്പനുണ്ട് ഗുരുവായൂരപ്പനുണ്ട്. അവിടെ ഫ്രണ്ട്സിൻ്റെ തിരുവാതിരയാണ്. അപ്പോൾ ആ പ്രോഗ്രാമിന് ആദ്യം പോകണം. അത് കഴിഞ്ഞിട്ട് വേറൊരു ഗെറ്റ് ടുഗദർ ഉണ്ട്, അതിനും പോകണം. അപ്പോൾ അവിടെ നല്ല മഴ ആയതുകൊണ്ട് 2 വീലർ എടുക്കാണ്ട് ഓട്ടോയിലാണ് പോകുന്നത്. പൊങ്കലിൻ്റെ ടൈം ആയതുകൊണ്ട് റോട്ടിൽ നല്ല തിരക്കാവുന്നും കൂടെ വിചാരിച്ചിട്ടാട്ടോ ഞാൻ 2 വീലറൊന്ന് മാറ്റി പിടിച്ചത്. പക്ഷേ റോഡൊക്കെ കാലിയായിരുന്നു. സാധാരണ ദിവസമൊക്കെ ഈ റോട്ടിൽ ഭയങ്കര ട്രാഫിക് ആവും കേട്ടോ. ഇതിപ്പോൾ പൊങ്കലായതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കണത്. ചെന്നൈയിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മഹാലിംഗപുരം അയ്യപ്പ ക്ഷേത്രം. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അയ്യപ്പനുണ്ട്, ശ്രീ ഗുരുവായൂരപ്പനുണ്ട്. പിന്നെ ധനുമാസത്തിലെ തിരുവാതിര ആയതുകൊണ്ട് തന്നെ ഒരു 6-7 ഗ്രൂപ്പിൻ്റെ തിരുവാതിരക്കളി അന്നുണ്ടായിരുന്നു. അതൊരു ഭാഗ്യമല്ലേ, ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നമുക്ക് ഇതേമാതിരി പരിപാടി അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെ. ഈ കാണുന്ന തിരുവാതിര എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ തിരുവാതിര കോമ്പറ്റീഷന് ഒക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോയെന്നറിയില്ല. കാരണം എന്താ വെച്ചാൽ അവർ കുറേ ഭക്തി പാട്ടുകളൊക്കെ എടുത്തിട്ടാണ് കളിക്കുന്നത്. പക്ഷേ അവരുടെ ആ എനർജി ഉണ്ടല്ലോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് ചെന്നൈയിൽ നടന്ന മലയാളി മാർഗഴി മഹോത്സവത്തിൻ്റെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതിൽ നിർമാല്യം എന്ന മൂവിയിലെയും പിന്നെ കിലുക്കം എന്ന മൂവിയിലെയും ചില ഭാഗങ്ങൾ ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി. ആൾക്കാർക്കൊക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞു. കുറച്ച് ആൾക്കാർ കളിയാക്കി, നല്ല തടിച്ച രേവതിയാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതൊക്കെ ഞാൻ നല്ല പോസിറ്റീവായിട്ട് എടുക്കുന്നു. ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് നല്ല റെസ്പോൺസും കിട്ടിയായിരുന്നു. ഫ്രണ്ട്സിൻ്റെ തിരുവാതിരക്കളിയും കണ്ട് ഞാൻ നേരെ പോയത് ഈ പ്രോഗ്രാമിൻ്റെ ഗെറ്റ് ടുഗദറിനാണ്. ഞാൻ മാർഗഴിക്ക് പോയപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ അത്. ഇപ്പം നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടെ നമ്മളുടെ കേരളത്തിൻ്റെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള പല കലാരൂപങ്ങളും നമ്മൾ കണ്ടിട്ടേ ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ചെന്നൈയിൽ ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമുക്കതൊക്കെ അടുത്ത് നിന്ന് കാണാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ. അതേപോലെ അത്രയും വലിയൊരു പ്രോഗ്രാമിൽ നമ്മളൊരു മൂവിയുടെ പാർട്ടൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ അത് നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ, അതെല്ലാം ഞാൻ പറയാം. അങ്ങനെ പരിപാടിക്ക് പോയിട്ട് തിരിച്ചു വന്നു. എന്താ മഴയൊക്കെ എടുത്തിട്ടാണ് പോയത്, മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ മഴ പെയ്തില്ല. അപ്പോൾ ഇതൊരു ഭാരമായി തോന്നി. അതങ്ങനെയാണല്ലോ. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്, ബൈ.